എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും ദീപാവലി ആശംസകൾ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ദീപാവലിക്ക് ഞാൻ മധുരമുള്ളതൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു റിബൺ പക്കോട വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റിബൺ പക്കോട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബൗളിലേക്ക് 1 കപ്പ് പച്ചരി കഴുകി ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച പൊടിയാണ്. വളരെ നേർമയായിട്ട് പൊടിച്ചതായിരിക്കണം. അതും പിന്നെ 1/2 കപ്പ് കടലമാവ് അതും കൂടി ചേർത്തിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ എള്ളാണ്. ഞാൻ വെള്ള എള്ള് ഉള്ളത് കൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ. നിങ്ങളടുത്ത് കറുപ്പുണ്ടേ കറുപ്പെടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുങ്കായം. ഇനി ഇതിലേക്ക് അയമോദകം ഒരു 1/2 ടീസ്പൂൺ. അത് നിങ്ങളെ കയ്യിലുണ്ടേ ചേർത്താൽ മതി, ഓപ്ഷനല്ല, നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ അത് നല്ലോണം കൈൻ്റെ അടിയിലിട്ട് തിരുമ്മിയിട്ട് അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ. അത് നിർബന്ധം. അതിട്ടാൽ മാത്രമേ നല്ലൊരു ടെക്സ്ചർ കൊടുക്കുകയുള്ളൂ ഈ മാവിന്. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി നല്ലോണം കുഴച്ച് ഈ എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം മിക്സായി വരണം. ഇത്രയും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. അത് കുറച്ച് സമയം എടുത്താലും കുഴപ്പമൊന്നുമില്ല. നല്ലോണം ആ ബട്ടറും കടലമാവും അരിപ്പൊടിയും എല്ലാം എല്ലാവരുടെയും ഒരേപോലെ മിക്സായി വരുന്നവരെ. ഞാൻ ഉപ്പും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങളടുത്ത് പൊടിയുപ്പില്ലെങ്കിൽ വെള്ളത്തിൽ കലക്കിയിട്ട് എന്തായാലും വെള്ളം ഒഴിക്കുമല്ലോ, ആ സമയത്തുള്ള ആ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഹീപ്ഡ് ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം ഒരുപാട് ഒഴിച്ചുവിടറേ, അപ്പോൾ അതങ്ങ് വെള്ളം അധികമായിപ്പോൾ കുറച്ച് ഒഴിക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചത് എത്ര ആവുന്നുണ്ടെന്ന് ഒഴിച്ചിട്ട് അവസാനം പറഞ്ഞുതരാം. നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ അതാ ഇതുപോലെ കയ്യിൽ ഒട്ടാൻ പാടില്ല. ഇതുപോലെ കുഴച്ചെടുക്കേണ്ട. എനിക്കിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളമായിട്ടുണ്ട്. 1.5 കപ്പ് പൊടിയാണ് ഉള്ളത് മൊത്തത്തിൽ. അതിന് 1/4 കപ്പ് വെള്ളം. അപ്പോൾ പകുതിയേ വരുന്നുള്ളൂ. അപ്പോൾ അതാ ഈ ഒരു ചില്ലുണ്ടാവില്ലേ, നമ്മൾ മുറുക്ക് പിഴിയുന്ന അച്ചിൽ, അതിലിട്ട് കൊടുത്തിട്ട് ഈ മാവ് ഇട്ടിട്ട് നമുക്ക് അപ്പോഴത്തേക്ക് നിങ്ങൾ ഏതോ ഓയിലായാലും അടുപ്പത്ത് വെച്ച് നല്ലോണം കഴിയുന്നു വെളിച്ചെണ്ണ ഒഴിവാക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു, കടലപ്പൊടി ആയതുകൊണ്ട്. അപ്പോൾ അതാ പിഴിഞ്ഞു കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് എണ്ണ കറക്റ്റ് ചൂടായിനോ നമുക്ക് നോക്കാമല്ലോ. അതിനൊരു നുള്ള് മാവിട്ട് കൊടുക്കാം. അത് കണ്ടോ, തിളച്ച് മേലെ വന്നത്, ഇതാണ് കറക്റ്റ് പാകം. ഈ സമയത്ത് നമുക്ക് മുറുക്കിതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. പക്കോട, റിബൺ പക്കോട ആവശ്യത്തിന് കുറച്ചാണേ പിഴിയണ്ടു. അപ്പോൾ കണ്ട നല്ല നൊരയുണ്ട്. ഈ നൊരയുള്ളവരെ ഒന്നും ചെയ്യണ്ട. നൊരയെല്ലാം ഒരുവിധം അടങ്ങിയാൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മൊത്തം നൊരയെല്ലാം നിന്നില്ലേ, ഈ സമയത്ത് ഊറ്റിയെടുക്കാം. അപ്പോൾ അതാണ് കറക്റ്റ്. എന്നാലേ നിങ്ങൾക്ക് ആ ടിക്കിന്ന് പൊട്ടി കിട്ടുള്ളൂ. അതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ചുട്ടെടുക്കാം. കണ്ടോ നൊര? ഈ നൊര അടങ്ങുന്നവരെ അതവിടെ നിൽക്കട്ടെ. പിന്നെ നമുക്ക് തിരിച്ചിട്ടിട്ട് ഇതേപോലെ എല്ലാം ബാച്ചായിട്ട് ചുട്ടെടുക്കാം. ഞാനെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ലോണം പൊട്ടി കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇപ്പം തിന്നിട്ട് തീരൂല. എന്തായാലും 1 മാസം വരെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. അതിലപ്പുറം വെക്കാവുന്നതാണ്. കാരണം എനിക്ക് 1 മാസം വരെയെല്ലാം നിൽക്കും. അപ്പോൾ അത് ആ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്നൊരു സാധനമായത്. അപ്പം എന്തായാലും എല്ലാവരും നിർബന്ധമായിട്ട് ഉണ്ടാക്കി നോക്കണം. എന്നോട് ചോദിച്ചാൽ ഒരു കാപ്പിക്കെല്ലാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, വളരെ ടേസ്റ്റിയാണ്. പിന്നെ ദീപാവലി ആഘോഷിക്കണ്ടേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ദീപാവലി ആശംസകൾ. താങ്ക് യു.